ഒരിക്കലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ ബാധകമാവുന്നതല്ല. ഇതെല്ലാം സെയിൽ ബൈ ഓണർ എന്നുള്ള ഭാഗത്ത് നമുക്ക് പറയാനുള്ളതാണ്. നമുക്ക് പറയാനുള്ളത് പെർഫോമൻസ് ഓഫ് ദി സെയിൽ ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ കൺസിസ്റ്റ് 2 റെസിപ്രോക്കൽ പ്രോമിസ്. 2 പ്രോമിസ് ആണ് അവിടെ നിലനിൽക്കുന്നത്. ഫസ്റ്റ്, ദ സെല്ലേഴ്സ് ഡ്യൂട്ടി ടു ഡെലിവർ ദി ഗുഡ്സ്. ഒരു വിൽപ്പനക്കാരൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഗുഡ്സ് ഡെലിവർ ചെയ്യാനാണ്. ആൻഡ് ദ ബയേഴ്സ് ഡ്യൂട്ടി ടു ആക്സെപ്റ്റ് ദി ഗുഡ്സ് ആൻഡ് പേ ദ പ്രൈസ്. ഒരു ബയറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ വിൽക്കുന്ന സമയത്ത് ആ ഗുഡ്സ് കൈപ്പറ്റാനും അതിന് പേയ്മെൻറ്റ് നടത്താനുമാണ്. ഈ 2 പ്രോമിസുകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2ഉം ഒരേ സമയം പെർഫോം ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മൾ പറയുന്നത് ഡെലിവറി ഓഫ് ദി ഗുഡ്സ് എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ഓഫ് ദി ആക്ട് ഡിഫൈൻസ് ഡെലിവറി ടു മീൻ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഡെലിവറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് സ്വമേധയാ ആ ഗുഡ്സിനെ കൈമാറ്റം ചെയ്യലാണ്. സച്ച് വോളണ്ടറി ട്രാൻസ്ഫർ ക്യാൻ ബി മെയ്ഡ് ബൈ ഡൂയിങ് എനിത്തിങ് വിച്ച് ഹാസ് ദി എഫക്റ്റ് ഓഫ് പുട്ടിംഗ് ദി ഗുഡ്സ് ഇൻ ദി പൊസിഷൻ ഓഫ് ദി ബയർ ഓർ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ്. എന്ന് പറഞ്ഞാൽ ബയറുടെ കയ്യിലേക്ക് ഈ ഗുഡ്സിനെ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് എന്ന് പറയുന്നത്. ഓഫ് ഡെലിവറി ഡിഫറെൻ്റ് ആയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡെലിവറി നടത്താവുന്നതാണ്. ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്ച്വൽ ഡെലിവറി, വെർ ദ ഗുഡ്സ് ആർ ഫിസിക്കലി ഹാൻഡഡ് ഓവർ ബൈ ദി സെല്ലർ ടു ദി ബയർ. ദ ഡെലിവറി ഇസ് സെഡ് ടു ബി ആക്ച്വൽ. ഒരു പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് സെല്ലർ ബയർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വൽ ഡെലിവറി എന്ന് പറയാം. ആക്ച്വലി സംഭവിക്കുന്ന ഡെലിവറി. ഒരു മൊബൈൽ ഫോൺ എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു കടയിൽ നിന്നൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ 10,000 രൂപയുടെ ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെല്ലറുടെ അടുത്ത് പോകുന്നത് 10,000 രൂപ കൊടുക്കുന്നു. ആ സെല്ലർ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ആ ഫോൺ കൈമാറുന്നു. ഇതിനെയാണ് ആക്ച്വൽ ഡെലിവറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഐറ്റം ഡെലിവറി എന്ന് പറയുന്നത് സിംബോളിക് ഡെലിവറിയാണ്. വെർ ദ ഗുഡ്സ് ആർ ബൾക്കി ആൻഡ് ഇൻകേപ്പബിൾ ഓഫ് ആക്ച്വൽ ഡെലിവറി ദർ ആർ അതർ മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് പൊസിഷൻ ഓഫ് ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ ദ സെല്ലർ ടു ദി ബയർ. ചില സമയത്ത് ഗുഡ്സ് ബൾക്കി ആയിരിക്കും, ഒരുപാട് വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ അത്തരം ഗുഡ്സുകൾ ആക്ച്വൽ ഡെലിവറിക്ക് പോസിബിൾ ആവുകയുമില്ല, ഡയറക്റ്റായിട്ട് കൈമാറാൻ നമുക്ക് സാധ്യവുമല്ല. അത്തരം സമയത്ത് സാങ്കല്പികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെലിവറി നടത്തും. അതിനെയാണ് സിംബോളിക് ഡെലിവറി എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഗോഡൗൺ എടുക്കുക. നമ്മൾ ഒരു ഗോഡൗണിൽ ഒരു 1 lakh ഓഫ് പെയർ ഓഫ് 1 lakh, ഒരു 1,00,000 ജോഡി എന്തുണ്ട്, ഒരു ഐറ്റം ഉണ്ട്, ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഡെലിവറി നടക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യും, കൈമാറും. അത്തരം കേസിനെയാണ് നമ്മൾ സിംബോളിക് ഡെലിവറി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ് എന്നുള്ളതാണ്. വെർ ദ ഗുഡ്സ് at the time of sale are in the possession of a third person. ഒരു സെയിൽ നടക്കുന്ന സമയത്ത് സെല്ലറുടെ കയ്യിൽ ആ പ്രോപ്പർട്ടി ഇല്ല, പകരം അതൊരു തേർഡ് പേഴ്സൻ്റെ കയ്യിലാണുള്ളത്. സെയിൽ നടക്കുന്ന സമയത്ത് സെല്ലറുടെ കയ്യിൽ ആ പ്രോപ്പർട്ടി ഇല്ല, പകരം അതൊരു തേർഡ് പേഴ്സൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് there is no delivery by the seller to the buyer unless and until such third person acknowledges to the buyer that he holds the goods on behalf of. ഇവിടെ ആ തേർഡ് പേഴ്സൺ അംഗീകരിക്കേണ്ടതുണ്ട്. അയാളുടെ കയ്യിൽ ഇത്രയും ഗുഡ്സ് ഉണ്ട്, അത് കൈമാറാമെന്ന് തേർഡ് പേഴ്സൺ അംഗീകരിക്കുന്നത് വരെ അത് ഡെലിവറി ആയിട്ട് പരിഗണിക്കുകയില്ല. അത് അംഗീകരിച്ചെങ്കിൽ, അയാൾ അക്നോളജ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിനെ ഡെലിവറി ആയിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. അത്തരം ഡെലിവറിയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, റൂൾസ് റിഗാർഡിംഗ് എഫക്റ്റീവ് ഡെലിവറി. എഫക്റ്റീവ് ഡെലിവറി നടക്കണമെങ്കിൽ എന്തെല്ലാമാണ് റൂൾസ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻ. ഡെലിവറിയും പേയ്മെൻറ്റും കൺകറൻറ്റ് കണ്ടീഷനാണ്. ദ സെല്ലർ ഷാൾ ബി റെഡി ആൻഡ് വില്ലിംഗ് ടു ഗിവ് പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് ടു ദി ബയർ in exchange for the price, and the buyer shall be ready and willing to pay the price in exchange of possession of the goods. സെല്ലർ ആ പ്രോഡക്റ്റ് കൈമാറാനും അതേസമയം തന്നെ ബയർ അത് സ്വീകരിക്കാനും അതിന് പേയ്മെൻറ്റ് നടത്താനും റെഡി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡെലിവറി നടക്കുകയുള്ളൂ. ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് എന്നുള്ളത് സാധനം കൈമാറ്റം ചെയ്യലും അതേപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് എന്നുള്ളതും രണ്ടും കൺകറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ,
ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡെലിവറി മേ ബി എയ്തർ ആക്ച്വൽ, സിംബോളിക് ഓർ കൺസ്ട്രക്റ്റീവ്. ഡെലിവറി ഏത് രീതിയിലും നടത്താവുന്നതാണ്. ഒന്നുകിൽ ആക്ച്വൽ ആവാം, അതല്ലെങ്കിൽ സിംബോളിക് ആവാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആവാം. നമ്മൾ മൂന്നും എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരു രീതി നമുക്ക് ഡെലിവറിക്ക് സ്വീകരിക്കാവുന്നതാണ്. പോയിന്റ് എന്ന് പറയുന്നത് effect of part delivery. A delivery of part of the goods in progress of the delivery of the whole has the same effect for the purpose of passing the property in such goods as delivery of the whole. പാർട്ട് ഡെലിവറി എന്ന് പറയുന്നത് ഹോൾ ഡെലിവറിക്ക് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഡെലിവറിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് ഹോൾ ഡെലിവറിക്ക് സെയിം ആയിട്ട് നമ്മൾ പരിഗണിക്കും. ഭാഗികമായിട്ടാണ് പ്രോപ്പർട്ടി ഡെലിവറി ചെയ്തതെങ്കിലും അത് മുഴുവനായിട്ട് ഡെലിവറി ചെയ്തതായിട്ട് അതിൻ്റെ പർപ്പസിനനുസരിച്ച് അതിനെ പരിഗണിക്കുന്നതാണ്. Buyer should apply for delivery. Apart from any express contract, the seller is not bound to make delivery until the buyer apply for delivery. ബയർ അപ്ലൈ ചെയ്യാത്തോടത്തോളം കാലം സെല്ലർക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ടതില്ല. സ്വാഭാവികമായിട്ടും നിർബന്ധമായിട്ടും ഒരു കോൺട്രാക്റ്റിൽ ബയർ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പം അയാൾ ആവശ്യപ്പെടേണ്ടതാണ് എന്ന് മാത്രം. അയാൾ പിന്നെ പ്രോഡക്റ്റ് ഇന്ന സമയത്ത് വേണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കൈമാറണം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ലിക്കേഷൻ അവിടെ നടത്തേണ്ടതാണ്. Place of delivery. The goods must be delivered at the specified place during the business hours and on a working day. പ്രത്യേകം പറയപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എന്നൊന്നും പറയപ്പെട്ടിട്ടില്ല എങ്കിൽ സാധാരണ എവിടെയാണോ പറഞ്ഞ പ്ലേസ്, എവിടെയാണോ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ആ പ്ലേസിൽ ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സിൽ വർക്കിംഗ് ഡേയിൽ കൈമാറണം എന്നുള്ളതാണ് ജനറൽ റൂൾ എന്നുള്ളത്. ഇനി രാത്രി 12 മണിക്ക് ഒരു സ്ഥലത്ത് വെച്ചൊരു പ്രോഡക്റ്റ് കൈമാറ്റം ചെയ്യാം എന്നുള്ളതാണ് പിന്നെ കോൺട്രാക്റ്റ് എങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നോർമൽ കേസിൽ എവിടെയാണോ സ്പെസിഫൈഡ് പ്ലേസ് അവിടെ ബിസിനസ് അവേഴ്സിൽ വർക്കിംഗ് ഡേയ്സിൽ ചെയ്യാവുന്നതാണ്. Time for delivery of goods. Where under the contract of sale the seller is bound to send the goods to the buyer but no time for sending them is fixed, the seller is bound to send them within the reasonable time. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സമയത്തിന് തന്നെ പ്രോഡക്റ്റ് കൈമാറ്റം ചെയ്തോളണം. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ജെന്യൂനായ ഒരു സമയം ഉണ്ടാവും, അതാണ് റീസണബിൾ ടൈം എന്ന് പറയുന്നത്. ആ സമയത്താണ് ചെയ്യേണ്ടത്. ദെൻ 7th പോയിന്റ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ദി ഗുഡ്സ് ഇൻ പൊസിഷൻ ഓഫ് എ തേർഡ് പാർട്ടി. വേർ ദ ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആർ ഇൻ ദ പൊസിഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ. എഫക്റ്റീവ് ഡെലിവറി ടേക്സ് പ്ലേസ് വെൻ സച്ച് പേഴ്സൺ അക്നോളജ് ടു ദി ബയർ ദാറ്റ് ഹി ഹോൾഡ്സ് ദി ഗുഡ്സ് ഓൺ ബിഹാഫ്. ഈ പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ഗുഡ്സ് സെയിലിൻ്റെ സമയത്ത്, സെയിൽ ഓഫ് കോൺട്രാക്റ്റ് നടക്കുന്ന സമയത്ത് ആ ഗുഡ്സ് തേർഡ് പേഴ്സൻ്റെ കയ്യിലാണ് എങ്കിൽ, സെല്ലറുടെ കയ്യിൽ ആ ഗുഡ്സ് ഇല്ല, പകരം അത് തേർഡ് പേഴ്സൻ്റെ കയ്യിലാണ് എങ്കിൽ അവിടെ ആ തേർഡ് പേഴ്സൺ അക്നോളജ് ചെയ്തെങ്കിൽ മാത്രമേ ആ സെയിൽ വാലിഡ് ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ അംഗീകരിക്കണം എൻ്റെ കയ്യിൽ ഈ ഗുഡ്സ് ഉണ്ട് എന്നുള്ള സമയത്ത് അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ആ ഡെലിവറി വാലിഡ് ആവുകയുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then next point, expense of delivery. Unless otherwise agreed, the expense of an incidental to putting the goods into a deliverable state must be borne by the seller. ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ചെലവുകളും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് സെല്ലറാണ്. മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ ബയ്യറാണ് ഇതിൻ്റെ ചിലവ് വഹിക്കേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയ്യറാണ്, അല്ലാതെ പ്രത്യേകിച്ച് മറ്റൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ എല്ലാ ചെലവുകളും ക്യാരി ചെയ്യേണ്ടത് സെല്ലറാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ഗുഡ്സിൻ്റെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു പോയിൻ്റാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി ബയ്യർ. ഒരു ബയ്യറുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് റൈറ്റ് ഓഫ് ദി ബയ്യർ ഈസ് ടു ഹാവ് ഡെലിവറി ഓഫ് ദി ഗുഡ്സ്. ഒരു ബയ്യറുടെ ഒന്നാമത്തെ അവകാശം എന്ന് പറയുന്നത് ടു ഹാവ് ഡെലിവറി ഓഫ് ദി ഗുഡ്സ്. ആ ഗുഡ്സ് ഡെലിവറി ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് അയാൾക്ക് കിട്ടാനുള്ള അവകാശമാണ്. ബയ്യർ ഹാസ് എ റൈറ്റ് ടു എക്സാമിൻ ദ ഗുഡ്സ് വിച്ച് ബി ഹാസ് not previously examined before he accept them as per contract. ആ കോൺട്രാക്ട് ഓഫ് സെയിലിൽ പറഞ്ഞിട്ടുള്ളത് പോലുള്ള ഗുഡ്സ് തന്നെയാണ് എന്നുള്ളത് എക്സാമിൻ ചെയ്യാനുള്ള അവകാശമാണ് രണ്ടാമത്തെ പറയുന്നത്. ദെൻ തേർഡ് വൺ, ഇഫ് ദ ഗുഡ്സ് ഡെലിവേർഡ് ആർ ഡിഫക്റ്റീവ് എയ്തർ ഇൻ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി, ദ ബയർ ഹാസ് എ റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ്.
ബയർ എഗ്രി ചെയ്തതല്ലാത്ത ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ആണ് ഗുഡ്സ് വന്നിട്ടുള്ളത് എങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം അയാൾക്കുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് ദ സെല്ലർ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. സെല്ലർ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റ് ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ സെല്ലർക്കെതിരെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് അയാൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. Unless otherwise agreed, the buyer of goods has a right not to accept delivery thereof by installment. പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു എഗ്രിമെൻ്റ് അതിന് അപവാദമായിട്ടില്ല എങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി ആയിട്ടാണ് സെല്ലർ കൊടുക്കുന്നത് എങ്കിൽ ബയ്യർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി ആയിട്ടാണ് ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രത്യേകം അത് പറയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം, അത് പറയപ്പെടാത്ത പക്ഷം ബയ്യർക്ക് ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഓഫ് ദി ബയ്യർ ആണ്. ഒരു ബയ്യറുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് എന്നുള്ളത്. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ദി ബയ്യർ ഈസ് ഇൻ ആക്സെപ്റ്റ് ദി ഗുഡ്സ് ആൻഡ് പേ ഫോർ ദം ഇൻ എക്സ്ചേഞ്ച് ഓഫ് പൊസഷൻ. ഒരു ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കൽ അയാളുടെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ അതിന് പേയ്മെൻറ്റ് നടത്തലും അയാളുടെ ഡ്യൂട്ടിയാണ്. ദെൻ സെക്കൻഡ് വൺ, ദ സെല്ലർ ഈസ് നോട്ട് ബൗണ്ട് to deliver the goods to the buyer until the buyer applies for delivery in the absence of any contract to the contrary. ബയ്യർ അപ്ലൈ ചെയ്യാത്ത പക്ഷം ഒരു സെല്ലർക്ക് ആ പ്രോഡക്റ്റ് കൈമാറ്റം ചെയ്യണം എന്നുള്ളത് ഒരു ഉത്തരവാദിത്വവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ ബയ്യറുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ് ഒരു ഡെലിവറിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ആ പ്രോഡക്റ്റ് ഡെലിവറിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ബയ്യറാണ്. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. അയാൾ അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം എന്ത് ചെയ്യേണ്ടതില്ല, സെല്ലർ അത് കൈമാറ്റം ചെയ്യേണ്ടതില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദി കോൺട്രറി. ഇതിന് എതിരായിട്ട് മറ്റൊരു എഗ്രിമെൻറ്റുകളും മറ്റൊരു കോൺട്രാക്റ്റും ഇല്ല എങ്കിൽ, ഇതിന് എതിരായിട്ട് മറ്റൊരു കോൺട്രാക്റ്റും ഇല്ല എങ്കിൽ നോർമൽ കേസിൽ ബയ്യർ അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം സെല്ലർ ഗുഡ്സ് കൈമാറ്റം ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ബയ്യറുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് നെക്സ്റ്റ്, ഇഫ് ദ ബയ്യർ റോങ്ഫുള്ളി റിഫ്യൂസസ് ടു ആക്സെപ്റ്റ് ഡെലിവറി ഹി മസ്റ്റ് പേ കോമ്പൻസേഷൻ ടു ദി സെല്ലർ. ബയ്യർ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ആ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെല്ലർക്ക് അയാൾക്കെതിരെ കോമ്പൻസേഷന് കേസ് കൊടുക്കാവുന്നതാണ്, കോമ്പൻസേഷൻ ആവശ്യപ്പെടാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത്, അൺലെസ് അതർവൈസ് അഗ്രീഡ് ദ ബയ്യർ ഹാസ് ടു ടേക്ക് ദ റിസ്ക് ഓഫ് ഡിറ്റോറിയേഷൻ ഓഫ് ദി ഗുഡ്സ് ഇൻസിഡൻ്റൽ ടു ദി കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്. ഗുഡ്സിൻ്റെ ട്രാൻസിറ്റിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടെങ്കിൽ, അത് ചീത്തയാവുന്നതോ അത് കേടുവരുന്നതും ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടെങ്കിൽ ബയ്യർ ആണ് അത് ഏറ്റെടുക്കേണ്ടത്. അൺലെസ് അതർവൈസ് എഗ്രീഡ്, ഇതിന് എതിരായിട്ട് മറ്റു എഗ്രിമെൻറ്റുകളൊന്നും ഇല്ല എങ്കിൽ, മറ്റൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ബയ്യർ ടു ഡിമാൻഡ് ഡെലിവറി അറ്റ് റീസണബിൾ ഹവർ. ബയ്യറുടെ ഡ്യൂട്ടിയിൽപ്പെട്ട ഒന്നാണ് ഡിമാൻഡ് ദ ഡെലിവറി അറ്റ് റീസണബിൾ അവർ. റീസണബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസണബിൾ ടൈമിൽ ഗുഡ്സ് കൈമാറ്റം ചെയ്യണം എന്നുള്ളത്, അതിന് ആവശ്യപ്പെടൽ ബയ്യറുടെ ഡ്യൂട്ടിയാണ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ടു ഇൻറ്റിമേറ്റ് ദ സെല്ലർ ഇൻ കേസ് ഹി റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ദി ഗുഡ്സ്. ഏതെങ്കിലും തരത്തിൽ ബയ്യറെ അത് റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റിമേറ്റ് ചെയ്യൽ, അത് അറിയിക്കലും, സെല്ലറെ അറിയിക്കലും ബയ്യറുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ഓഫ് ദി ബയ്യർ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി സെല്ലർ. ഒരു സെല്ലറുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റൈറ്റ്സ് ഓഫ് ദി സെല്ലർ. ഫസ്റ്റ്, ദ സെല്ലർ ഹാസ് എ റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ ഫോർ ദി ലോസ് കോസ്ഡ് ഡ്യൂ ടു ബയേഴ്സ് നെഗ്ലക്ട് ഓർ റെഫ്യൂസൽ ടു ടേക്ക് ഡെലിവറി ഓഫ് ദി ഗുഡ്സ്. ബയ്യറുടെ നെഗ്ലിജൻസ് കൊണ്ട്, അവഗണന കൊണ്ട്, അതല്ലെങ്കിൽ അയാൾ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്തത് കൊണ്ട് സെല്ലർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അതിന് കോമ്പൻസേഷൻ കിട്ടാൻ സെല്ലർക്ക് അവകാശമുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഇഫ് ദ ബയ്യർ റിഫ്യൂസസ് ടു പേ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ദ സെല്ലർ ഹാസ് എ റൈറ്റ് ടു സ്യൂ ഫോർ ദ പ്രൈസ്. ബയ്യർ ആ ഗുഡ്സിൻ്റെ പ്രൈസ് പേ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പൈസ കൊടുക്കുന്നില്ല എങ്കിൽ സെല്ലർക്ക് അത് കിട്ടുന്നതിന് വേണ്ടി കേസ് കൊടുക്കാവുന്നതാണ്. Then third point, the seller has a right to sue for a price against contract. That means ഒരു സെല്ലർക്ക് ഈ ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസിന് നമ്മൾ ഒരു പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ട്, സെർട്ടൈൻ ഡേയ്സ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഒരു ഗുഡ്സ് കൈമാറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടാൻ സെർട്ടൈൻ ഡേറ്റ് അല്ലെങ്കിൽ സെർട്ടൈൻ ഡേയ്സ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് ബയ്യർ പേയ്മെൻറ്റിന് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ സമയത്ത് കൊടുക്കുന്നതിന് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
അതിനെതിരെ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി സെല്ലർക്ക് കേസ് കൊടുക്കാവുന്നതാണ്. Then next point, the seller has a right to treat the contract as subsisting. That means ഒരു ബയ്യർ ആ കോൺട്രാക്റ്റിൻ്റെ ഡെലിവറി ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണ് എന്നറിയിച്ചാൽ, അതല്ല എങ്കിൽ കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്താൽ, അയാൾ അത് തള്ളിക്കളഞ്ഞാൽ, സെല്ലർക്ക് വേണമെങ്കിൽ ആ ഡേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. എന്ന് പറഞ്ഞാൽ ഡെലിവറി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതല്ല എങ്കിൽ ആ കോൺട്രാക്റ്റിനെ റെപ്യൂഡിയേറ്റ് ചെയ്തിട്ട് അയാൾക്കുണ്ടായ നഷ്ടത്തിന്, ഡാമേജസിന് കോമ്പൻസേഷൻ ചോദിക്കാനും അവകാശമുണ്ട്. ഒരു ബയ്യർ അവിടെ കോൺട്രാക്റ്റ് ഡേറ്റ് ആവുന്നതിന് മുന്നേ, ഡെലിവറി ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അതിനെ തള്ളിക്കളഞ്ഞു. ബയ്യർക്ക് വേണമെങ്കിൽ ആ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ അതിന് മുന്നേ തന്നെ കേസ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഡ്യൂട്ടീസ് ഓഫ് ദി സെല്ലർ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി സെല്ലർ ടു ഡെലിവർ ദി ഗുഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. ഒരു സെല്ലറുടെ ഡ്യൂട്ടിയാണ് ടു ഡെലിവർ ദി ഗുഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിൽ പറഞ്ഞിട്ടുള്ള ടേംസിനനുസരിച്ച് ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുക എന്നുള്ളത് സെല്ലറുടെ ഡ്യൂട്ടിയാണ്. സെക്കൻഡ് വൺ, ആസ് ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻ, ദി സെല്ലർ ഷാൾ ബി റെഡി ആൻഡ് വില്ലിംഗ് ടു ഗിവ് പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ടു ദി ബയർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദി പ്രൈസ് ഓഫ് ദി ഗുഡ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പേയ്മെൻറ്റും ഡെലിവറിയും പരസ്പര പൂരകങ്ങളാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അതുപോലെ തന്നെ സെല്ലർ ഷാൾ ബി റെഡി ആൻഡ് വില്ലിംഗ് ടു ഗിവ് പൊസഷൻ ഓഫ് ദി ഗുഡ്സ്. എപ്പോഴാണോ ഇയാൾ പൈസ കൊടുക്കുന്നത്, ബയ്യർ പൈസ കൊടുക്കുന്നത്, ആ സമയത്ത് തന്നെ സെല്ലർ അതിൻ്റെ പൊസഷൻ, ആ ഗുഡ്സിൻ്റെ കൈവശാവകാശവും ബയ്യർക്ക് കൈമാറാൻ റെഡിയാവേണ്ടതാണ്. ദെൻ നെക്സ്റ്റ്, ഇഫ് എൻ ഏജൻറ്റ് ഈസ് ഓതറൈസ്ഡ് ടു ടേക്ക് ഡെലിവറി then the delivery should be made to the agent. ഇനി ഒരു ഏജൻറ്റിനെയാണ് ഒരു ബയ്യർ ഏർപ്പാടാക്കിയിട്ടുള്ളത് എങ്കിൽ, ഡെലിവറിക്ക് ഏർപ്പാടാക്കിയിട്ടില്ല എങ്കിൽ, ദ ഡെലിവറി ഷുഡ് ബി മെയ്ഡ് ടു ദി ഏജൻറ്റ്. ഡെലിവറി ആർക്ക് നടത്തേണ്ടതാണ്? ആ ഏജൻറ്റിന് നടത്തേണ്ടതാണ്. ദെൻ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി സെല്ലർ ടു ഡെലിവർ ദി ഗുഡ്സ് വിത്തിൻ എ റീസണബിൾ ടൈം. റീസണബിൾ ടൈമിൽ തന്നെ ഗുഡ്സ് ഡെലിവറി ചെയ്യുക എന്നുള്ളത് സെല്ലറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി ഗുഡ്സ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദി കോൺട്രാക്ട്. ക്വാളിറ്റി, ക്വാണ്ടിറ്റി എല്ലാം കോൺട്രാക്റ്റിൽ പറയപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കണം. ദ സെല്ലർ ഷുഡ് ഡെലിവർ ദ ഗുഡ്സ് അറ്റ് ദ സ്പെസിഫിക് പ്ലേസ് ഇഫ് ദ പ്ലേസ് ഓഫ് ഡെലിവറി ഈസ് സ്റ്റേറ്റഡ് ഇൻ ദി കോൺട്രാക്ട്. പ്രത്യേകം ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സെല്ലർ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ ഗുഡ്സ് കൈമാറേണ്ടതാണ്. Then the seller should bear the expense of putting the goods into deliverable state and also the incidental expenses unless otherwise agreed. മറ്റു കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേകമായിട്ട് ആരാണ് എക്സ്പെൻസിൻ്റെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിൽ എത്തിക്കാനുള്ളതും അതുപോലെ തന്നെ ഇൻസിഡൻ്റൽ എക്സ്പെൻസുകളുമെല്ലാം സെല്ലർ ക്യാരി ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ബയ്യർ ചെയ്യണമെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയ്യർ ചെയ്യേണ്ടതാണ്, അല്ലാത്ത പക്ഷം അത് സെല്ലറാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയാനുള്ളത് അൺപെയ്ഡ് സെല്ലർ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. According to section 45 of the Sale of Goods Act, the seller of goods is deemed to be unpaid seller. എപ്പോഴാണ് ഒരാൾ അൺപെയ്ഡ് സെല്ലർ ആവുന്നത് എന്നുള്ളത് സെക്ഷൻ 45 അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, when the whole of the price has not been paid or tendered. ഒരാളൊരു സാധനം വിറ്റു, പക്ഷേ അയാൾക്ക് ആ സാധനത്തിൻ്റെ പൈസ മുഴുവനായിട്ടും കിട്ടിയിട്ടില്ല. When a bill of exchange or other negotiable instrument has been received as conditional payment and the condition on which it was received has not been fulfilled by a person of the dishonor of the instrument or otherwise. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ളതോ ആയ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒരു സെല്ലർക്ക് കൈമാറി. ഒരു സെല്ലർ ഒരു പ്രോഡക്റ്റ് വിറ്റു, അതിന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കൈമാറി. ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ പറഞ്ഞ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട് അത് ഡിസോണറായി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ചെക്ക് പോലുള്ള സാധനങ്ങൾ കൊടുത്തു, അതിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് എന്തായി, ആ ചെക്ക് ഡിസോണറായിപ്പോയി. അങ്ങനെയും അയാൾക്ക് പൈസ കിട്ടിയില്ല. ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഒരാൾ വിൽക്കുകയും അയാൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ക്യാഷ് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഒരു അൺപെയ്ഡ് സെല്ലറുടെ എന്തെല്ലാം അവകാശമുണ്ട് അയാൾക്ക് എന്ന് പറയുന്നത്. ഒരു അൺപെയ്ഡ് സെല്ലർക്ക് രണ്ട് രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. ഒന്ന് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ് ആൻഡ് എഗെയിൻസ്റ്റ് ദ ബയ്യർ. ഒന്ന് ആ ഗുഡ്സിനോട് അയാൾക്ക് ചില ഗുഡ്സ് മുഖേന ആ പ്രോഡക്റ്റ് മുഖേന അയാൾക്ക് ചില അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ ബയ്യർക്കെതിരെയും അയാൾക്ക് നടപടിയെടുക്കാവുന്നതാണ്. ഏതെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. വൺ, റൈറ്റ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്. ആ ഗുഡ്സിനെതിരെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ റൈറ്റ് ഓഫ് ദി ലീൻ, സെക്കൻഡ് വൺ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, റൈറ്റ് ഓഫ് റീസെയിൽ. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത് ആ ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് എന്നാണോ കിട്ടുന്നത് അതുവരെ ആ ഗുഡ്സ് പിടിച്ചു വെക്കാനുള്ള അവകാശം സെല്ലർക്കുണ്ട്. പോയിന്റ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ആ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റുകൾ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള, അതിൻ്റെ യാത്ര തടഞ്ഞു വെക്കാനുള്ള അവകാശവും അൺപെയ്ഡ് സെല്ലർക്കുണ്ട്. ദെൻ റൈറ്റ് ഓഫ് റീസെയിൽ. മൂന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് ആ ഗുഡ്സിൻ്റെ കൈവശം അയാളുടെ കയ്യിൽ തന്നെയാണ് എങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അത് മറ്റൊരു വ്യക്തിക്ക് വിൽക്കാവുന്നതാണ്, റീസെയിൽ ചെയ്യാവുന്നതാണ്. ഈ മൂന്ന് റൈറ്റും അൺപെയ്ഡ് സെല്ലർക്ക് ആ ഗുഡ്സിനെതിരെ ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദി ബയ്യർ. ബയ്യർക്കെതിരെ പേഴ്സണലായിട്ട് അയാൾക്ക് എന്ത് നടപടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന്, സ്യൂട്ട് ഫോർ പ്രൈസ്. ഫസ്റ്റ് വൺ സ്യൂട്ട് ഫോർ പ്രൈസ്. അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി, ആ എമൗണ്ട് അയാളുടെ പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി അയാൾക്ക് കേസ് കൊടുക്കാവുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ സ്യൂട്ട് ഫോർ ഡാമേജ്, വേർ ദ ബയർ റോങ്ഫുള്ളി neglects or refuses to accept and pay for the goods, the seller may sue him for damages for non-acceptance. ബയ്യറുടെ നെഗ്ലിജൻസ് കൊണ്ട് അല്ലെങ്കിൽ നോൺ ആക്സെപ്റ്റൻസ് കൊണ്ട് എന്ത് നഷ്ടമാണോ സെല്ലർക്ക് ഉണ്ടായിട്ടുള്ളത് ആ നഷ്ടത്തിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ദാറ്റ് ഈസ് സ്യൂട്ട് ഫോർ ഡാമേജസ്. ദെൻ സ്യൂട്ട് ഫോർ റെപ്യൂഡിയേഷൻ. Repudiation of contract of sale by the seller before the date of delivery entitles the buyer to treat the contract as resigned and sue the seller for damages for the breach. സെല്ലർക്ക് ഈ കോൺട്രാക്റ്റിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അയാളുടെ സെയിൽ നടന്നു, പക്ഷേ അയാൾ ആ ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടില്ല എങ്കിൽ ആ കോൺട്രാക്റ്റിനെ റെപ്യൂഡിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് കേസ് കൊടുക്കാവുന്നതാണ്. ദെൻ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. In case of breach of contract on the part of the buyer, while filing a suit for the price, the seller may sue the buyer for interest from the date of the tender of the goods or from the date on which the price was payable. ഇൻട്രസ്റ്റിന് അടക്കമുള്ള കേസ് കൊടുക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രൈസിന് കേസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്ന് മുതലാണോ അയാൾ പേയ്മെൻറ്റ് തരേണ്ടത് ആ ഒരു സമയം മുതലുള്ള ഇൻട്രസ്റ്റിന് അടക്കമുള്ള കേസ് അയാൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ 4 രീതിയിലാണ് ഒരു അൺപെയ്ഡ് സെല്ലർക്ക് ബയ്യറോട് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു അൺപെയ്ഡ് സെല്ലർക്ക് ബയ്യറോട് ചെയ്യാൻ പറ്റുന്ന റൈറ്റുകൾ എന്ന് പറയുന്നത് ഈ 4 രീതിയിലാണ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഓപ്ഷൻ സെയിൽ. ഓപ്ഷൻ സെയിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. ഓപ്ഷൻ സെയിൽ ഈസ് എ പബ്ലിക് സെയിൽ ടു എനി പേഴ്സൺ ബിൽഡിംഗ് ദ ഹയസ്റ്റ് പ്രൈസ് അപ്പോൺ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രീവിയസ്ലി അനൗൺസ്ഡ്. The auction is made public by advertising and being open to the public. In auction sale, the property is available for viewing. Auctions are good way for buyers to find the bargains on the items they most want and make purchase that are for below current market value. ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത് നമ്മളെല്ലാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ലേലം എന്ന് നമ്മളുടെ മലയാളത്തിൽ നമുക്കതിനെ വിളിക്കാം. ലേലം ഒരു പബ്ലിക്കായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ലേലം എന്ന് പറയുന്നത്. ഒരു ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക്കായിട്ട് നടത്തുക, പബ്ലിക്കിൻ്റെ ഇടയിൽ നടത്തുന്ന ഒരു സെയിലാണ്. ആരാണോ ഹയസ്റ്റ് പ്രൈസ് കോട്ട് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റിന് ആരാണോ ഹയസ്റ്റ് പ്രൈസ് കോട്ട് ചെയ്യുന്നത് അയാൾക്ക് ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യും.
ഇതെപ്പോഴും പബ്ലിക് ആയിട്ടാണ് നടത്തുക. ഓപ്ഷൻ ഈസ് മെയ്ഡ് പബ്ലിക് ബൈ അഡ്വർടൈസിങ് ആൻഡ് ബീയിങ് ഓപ്പൺ ടു ദി പബ്ലിക്. പബ്ലിക്കിൻ്റെ ഇടയിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിട്ടാണ് നടത്തുക. മാത്രമല്ല ഓപ്ഷൻ സെയിലിൽ എപ്പോഴും പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവൈലബിൾ ഫോർ വ്യൂയിങ്, ഇതിൻ്റെ ബയേഴ്സിന് കാണാൻ ഇതിങ്ങനെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്. ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ആ പ്രോപ്പർട്ടി കാണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സെയിൽ, ലേലം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ആരാണോ ഏറ്റവും കൂടുതൽ പ്രൈസ് കോട്ട് ചെയ്യുന്നത് അയാൾക്ക് അത് ഡെലിവറി ചെയ്യും. ഇതാണ് ലേലത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഓപ്ഷൻ സെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റൂൾസ് ഓഫ് ഓപ്ഷൻ സെയിൽ. ഫസ്റ്റ് വൺ, subject matter of sale. Where goods are put for sale in lots, each lot is prima facie deemed to be a subject of a separate contract of sale. ഒരു ഓപ്ഷൻ സെയിലിൽ നമ്മൾ വെക്കുന്ന ആ സബ്ജക്റ്റ് മാറ്റർ, ഓരോ സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും, ഓരോ പ്രോപ്പർട്ടി ഉണ്ടാവും. ആ ഓരോ പ്രോപ്പർട്ടിയും ഓരോ സെപ്പറേറ്റ് കോൺട്രാക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. നിയമപരമായിട്ട് പ്രഥമ ദൃഷ്ട്യ, പ്രൈമാ ഫേസി മീൻസ് പ്രഥമ ദൃഷ്ട്യ, ഓരോ ലോട്ടിനെയും നമ്മൾ ഓരോ സെപ്പറേറ്റ് കോൺട്രാക്റ്റ് ആയിട്ടാണ് എപ്പോഴും പരിഗണിക്കാറുള്ളത്. കംപ്ലീഷൻ ഓഫ് സെയിൽ. In auction, the sale is complete when the auctioneer announces its completion by the fall of the hammer or in some other customary manner such as 1, 2, 3. ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുന്നത് ആരാണോ ഓപ്ഷനിയർ, ലേലം ചെയ്യുന്ന ആള് 3 പ്രാവശ്യം, 1 വട്ടം, 2 വട്ടം, 3 വട്ടം എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അയാളുടെ കയ്യിലുള്ള ഹാമർ പോലുള്ള ഒരു സാധനം കൊണ്ട് അടിച്ചുകൊണ്ട് അയാൾ ഉറപ്പിക്കുന്നതോടുകൂടെയാണ് സെയിൽ കംപ്ലീറ്റ് ആവുന്നത്. ഒന്നുകിൽ അത് ഹാമർ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമറി മാനർ, പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന മറ്റേതെങ്കിലും സിസ്റ്റം ആവാം. 3 പ്രാവശ്യം പറഞ്ഞ് ഉറപ്പിക്കുന്നതോടുകൂടെയാണ് സെയിൽ കംപ്ലീറ്റ് ആവുന്നത്. തേർഡ്, റീട്രാക്റ്റിംഗ് ദ ബിഡ്. A bidder has the right to take back his bid until the announcement of completion in the above manner is made by the auctioneer. ഓപ്ഷനിയർ മുകളിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേയായിട്ട് ലേലത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ലേലം, തൻ്റെ ബിഡ് വേണമെങ്കിൽ പിൻവലിക്കാവുന്നതാണ്. The next, right of seller to bid. A right to bid may be reserved expressly by or on behalf of the seller. Where such right is expressly reserved but not otherwise, the seller or any one person on his behalf may bid at the auction. ഒരു ലേലത്തിൽ വേണമെങ്കിൽ ബിഡ് എക്സ്പ്രസ്ലി റിസർവ് ചെയ്ത് വെക്കാനുള്ള അവകാശമുണ്ട്. സെല്ലർക്ക് വേണമെങ്കിൽ അത് എക്സ്പ്രസ്ലി റിസർവ് ചെയ്ത് വെക്കാം. അങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലർക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കോ അതിൽ ഓപ്ഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇംപ്ലൈഡ് വാറണ്ടീസ് ഇൻ ഓപ്ഷൻ സെയിൽ. ഓപ്ഷൻ സെയിലിൽ ഇംപ്ലൈഡ് ആയിട്ട് അടങ്ങിയിട്ടുള്ള വാറണ്ടി. ഹി വാറൻസ് ദാറ്റ് ഹി ഹാസ് അതോറിറ്റി ടു സെൽ. ഓപ്ഷൻ സെയിലിൽ എപ്പോഴും ആ സെയിൽ നടത്തുന്ന ആള്, അയാൾക്ക് അധികാരമുണ്ടായിരിക്കണം. അത് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു വാറണ്ടിയാണ്. Then warrants that he does not know any defect in the title of the owner of the goods. ആ ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ഒരു ഡിഫക്റ്റും ഉണ്ടാവാൻ പാടുള്ളതല്ല. He has to transfer the possession of the goods if price is paid to him. അയാൾക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ അതോടുകൂടി ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. Then he warrants quite possession of the goods. പൊസിഷനും ക്വിറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയാനുള്ളത് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഓപ്ഷൻ സെയിലിൽ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്താൽ എന്തെല്ലാം റെമഡീസ് ആണ്? ഫസ്റ്റ് വൺ സെല്ലേഴ്സ് റെമഡീസ്, ദെൻ സെക്കൻഡ് വൺ ബയേഴ്സ് റെമഡീസ്. സെല്ലേഴ്സ് റെമഡീസ്, സെല്ലറുടെ റെമഡി എന്ന് പറയുന്നത് സ്യൂട്ട് ഫോർ പ്രൈസിന് കേസ് കൊടുക്കാവുന്നതാണ്. സ്യൂട്ട് ഫോർ ഡാമേജ് ഫോർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ദി ഗുഡ്സ് സ്വീകരിക്കാത്തത് കൊണ്ട് അയാൾക്ക് ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കാവുന്നതാണ്. ദെൻ സ്യൂട്ട് ഫോർ ദ ഡാമേജസ് ഫോർ ദ റെപ്യൂഡിയേഷൻ ഓഫ് ദി കോൺട്രാക്ട് തള്ളിക്കളഞ്ഞതിനെ കൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കാവുന്നതാണ്. ദെൻ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ് ഓർ സ്പെഷ്യൽ ഡാമേജസ്, ഇൻട്രസ്റ്റോ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡാമേജസിന് വേണമെങ്കിൽ അങ്ങനെയും കേസ് കൊടുക്കാവുന്നതാണ്. ദെൻ ബയേഴ്സ് റെമഡീസ്, ബയേഴ്സിനുള്ള റെമഡി എന്ന് പറയുന്നത് സ്യൂട്ട് ഫോർ ഡാമേജ് ഫോർ ദി നോൺ ഡെലിവറി. ഗുഡ്സ് ഡെലിവറി ചെയ്യാത്തതിന് അയാൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാവുന്നത്, അയാൾക്ക് ഡെലിവറി കിട്ടാത്തതിന് അയാൾക്ക് കേസ് കൊടുക്കാം. ദെൻ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് കേസ് കൊടുക്കാം.
ദെൻ സ്പെസിഫിക് പെർഫോമൻസിന് കേസ് കൊടുക്കാം. ദെൻ സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി, കോൺട്രാക്റ്റിലെ വാറണ്ടി ലംഘിച്ചതിന് കേസ് കൊടുക്കാം. സ്യൂട്ട് ഫോർ റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ വേണമെങ്കിൽ റെപ്യൂഡിയേഷന് അയാൾക്ക് കേസ് കൊടുക്കാവുന്നതാണ്. ദെൻ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്, അയാൾക്ക് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ അത്തരത്തിൽ അതിനും കേസ് കൊടുക്കാവുന്നതാണ്.